ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കനേഡിയൻ ഡെസ്കർ. അപ്പോൾ കാനഡയിൽ കുറേ നാളായിട്ട് നമുക്കറിയാം ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ടഫായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ടഫായിട്ട് വരുന്നു. പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ബാഡ് ന്യൂസ് ആണ് കൂടുതലും. ബാഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ടൈറ്റ് ആയിക്കൊണ്ട് മെഷേഴ്സ് വരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് ന്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ന്യൂസ് ആണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഒരു ഇമിഗ്രേഷൻ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും രണ്ട് രീതിയിലൂടെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ തന്നെ കാനഡയുടെ വെബ്സൈറ്റിൽ കയറി കൃത്യമായിട്ട് അതിൽ നോക്കുക. രണ്ട്, പ്രോപ്പറായിട്ടുള്ള ഇമിഗ്രേഷനായിട്ടുള്ള കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിലൂടെ മാത്രമേ നിങ്ങൾ ഇത് ഡീൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന രണ്ട് പാത്ത് വേസ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയുള്ളൂ. അത് ലാസ്റ്റ് മാർച്ച് 2024 അവർ അനൗൺസ് ചെയ്തായിരുന്നു, പക്ഷേ അത് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അത് ഈ വർഷം 2025 അത് ലോഞ്ചായി, ഒഫീഷ്യലി ലോഞ്ചായി. അത് പൈലറ്റ് പ്രോഗ്രാമാണ്. പൈലറ്റ് പ്രോഗ്രാം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 5 വർഷത്തേക്ക് അവർ ഈ ടെമ്പററി ആയിട്ടൊന്ന് ഈ പൈലറ്റ് പ്രോഗ്രാം എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് റൺ ചെയ്ത് നോക്കും. സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ അത് പൈലറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അവർ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് പ്രോഗ്രാം ആക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നോക്കാനായിട്ടുള്ളൊരു ടെസ്റ്റ് റണ്ണാണിത്. അപ്പോൾ അത് RCIP ആൻഡ് FCIP ആണ്. RCIP ആൻഡ് FCIP എന്ന് പറയുമ്പോൾ RCIPയുടെ ഫുൾ ഫോം റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്നാണ്. മറ്റത് ഫ്രാങ്കഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം. ഫ്രാങ്കഫോൺ എന്ന് പറയുമ്പോൾ ഫ്രഞ്ചിൻ്റെ ബേസ് ചെയ്തിട്ട് മാത്രം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയുമ്പോൾ എത്ര സിറ്റീസ് RCIP ആകുമ്പോൾ 16 കമ്മ്യൂണിറ്റീസ് വരെയാണ് ഈ 16 ഒരു to പ്രോഗ്രാം 16 to 18 കമ്മ്യൂണിറ്റീസ് ആണ് അതിൻ്റെ ഒരു ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രാങ്കഫോൺ പ്രോഗ്രാം ആണെങ്കിൽ അതിനൊരു 6 കമ്മ്യൂണിറ്റീസ് വരെയാണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, ഈ പറഞ്ഞ റൂറൽ ഏരിയസ് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പ്രോഗ്രാം തന്നെ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ RNIP ഒക്കെ ചെയ്ത പോലെ പല റൂറലായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ പറയുന്ന തണ്ടർ ബേ, സഡ്ബറി, അങ്ങനെയുള്ള കാറ്റഗറീസ് ആയിട്ട് വരുന്ന ഇതാണ് മെയിനായിട്ട് നമുക്കുള്ളത്. അതായത് കൂടുതൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. കാനഡയുടെ ഒരുപാട് ഉള്ളിലൊന്നുമല്ല, കമ്പാരിറ്റീവ്ലി ഒരു 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 കുറച്ചും കൂടിയും മാറിയുള്ള സ്ഥലത്ത് പോയി താമസിക്കാനും അവിടുത്തെ കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യാനും അവിടെ ജോബ് ചെയ്യാൻ പോലും ആളില്ലാത്ത പല കമ്മ്യൂണിറ്റീസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമുക്ക് എത്ര അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും കാനഡയുടെ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഈ ടൊറൻറ്റോയിലും വാൻകൂവറിലും മെയിനായിട്ടുള്ള സിറ്റിയിൽ നിൽക്കുമ്പോഴാണ്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ജോബ്സ് ഇപ്പോഴും എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ജോബ്സ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യാനും PR നേടാനുള്ള ഒരു പുതിയൊരു പാത്വേ ആണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴത്ത് എൻക്വയറി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അഡ്വൈസ് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ പേഴ്സണലി ചിലപ്പോൾ വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ, വിളിക്കണം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞവരെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാറ്റിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഡെഫിനറ്റ്ലി എൻക്വയറി എന്ന് പറഞ്ഞ കമൻറ്റ് അടിച്ചിട്ട് അതിൽ കാണിക്കുക. നമുക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ലാത്തവർക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം, ഈ RCIP പ്രോഗ്രാം ആണെങ്കിലും അതുപോലെ FCIP പ്രോഗ്രാം ആണെങ്കിലും ഇതിനകത്തോട്ട് നമ്മൾ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പോൾ ക്രൈറ്റീരിയാസിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു എൻഡോഴ്സ്മെൻറ്റ് ലെറ്റർ നമുക്ക് കിട്ടിയിരിക്കണം, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് നിന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു എൻഡോഴ്സ്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലെറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ എംപ്ലോയർ സംസാരിച്ച് നമുക്ക് വാങ്ങിച്ചു തരുന്ന ഒരു ലെറ്ററാണത്. അപ്പോൾ ആ ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം. അത് ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ വേറൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ്, അതായത് ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഏകദേശം 1560 അവേഴ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ അതുണ്ടായിരിക്കണം. അത് മീറ്റ് ചെയ്താലാണ് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. ഇനി വരുന്നൊരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ പിന്നെ നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് നമുക്ക് പറയുമ്പോൾ ഈ നമ്മുടെ അവിടെ പഠിക്കുന്ന പിള്ളേർ, ഫോർ എക്സാമ്പിൾ അവിടെ വല്ല കോളേജുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ 2 ഇയേഴ്സ്, അതായത് 16 മന്ത്സ് അറ്റ്ലീസ്റ്റ് നമുക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് വേവ് ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ അത് കയറി നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് എത്രത്തോളം IELTS വേണമെന്നുള്ളതാണ്. IELTS വേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നേരത്തെ ഈ Tier 5 കാറ്റഗറി ഉണ്ടായില്ല. അതായത് Tier 5 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി എനിക്കറിയില്ല, ഫോർ എക്സാമ്പിൾ ഒരു കുക്കോ അല്ലെങ്കിൽ കുക്കോ ആയിരിക്കില്ല, ഇനി കാഷ്യറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ല ഒരു സ്റ്റോറിൽ ചുമ്മാ നിൽക്കുന്ന ഒരു അസോസിയേറ്റ് ആണെങ്കിൽ പോലും അത് നേരത്തെ ഈ RNIP കാറ്റഗറിയിൽ പെടുന്ന, നേരത്തെ RNIP എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ ഇത് പെട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ Tier
0 and 1 ആണെങ്കിൽ CLB 6, ടിയർ 2 to 3 ആണെങ്കിൽ CLB 5, 4 to 5 ആണെങ്കിൽ CLB 4. അപ്പോൾ അങ്ങനെ നേരത്തെ ടിയർ 5 ഉണ്ടായില്ല. അതായത് ഓൾമോസ്റ്റ് എനി ജോബ് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് പോകണ്ടായിരുന്നു. എനിക്കൊരു മിനിമം ലെവൽ ഉണ്ടായി. ഇപ്പോൾ ആ 5 കാറ്റഗറിയിലോട്ടുള്ള ടിയർ 5 ആണെങ്കിൽ പോലും ഈ പറഞ്ഞ 18 കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എൻഡോഴ്സ്മെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞു വെച്ചാൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു 2 ദിവസം പോലും പഠിക്കേണ്ട കാര്യമില്ല. ഇനി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒട്ടുമിക്ക എല്ലാ ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു ജനറേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് RNIP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതായത് കമ്മ്യൂണിറ്റീസിൻ്റെ നമ്പേഴ്സ് കൂടി, അതായത് കൂടുതൽ സിറ്റീസ് ഇതിന് ഓപ്പൺ ആയി തന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ടിയർ സിസ്റ്റത്തിൽ അതായത് ഒരെണ്ണോടെ കൂടി നമുക്ക് ആഡ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരു കുറച്ചുകൂടി നല്ലതാണ് ഈ വരാനുള്ള ആൾക്കാർക്ക്. അപ്പോൾ അത് പുറത്തുനിന്നുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, ഇവിടെ വന്ന് പഠിക്കാനുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആണ്. പ്രൂഫ് ഓഫ് ഫണ്ട്സ് അതായത് നമുക്ക് എത്രത്തോളം കയ്യിൽ പൈസ വേണം ഈ പ്രോഗ്രാമിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഏജൻസിക്കാർ പലതും പറയാം. കാനഡയിലുള്ളവർക്കാണെങ്കിൽ വേണ്ട, ഫോർ എക്സാമ്പിൾ, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ വീടുകളുണ്ട്. അപ്പോൾ ഇതാണല്ലോ സെറ്റിൽമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വീടും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളിവിടെ കുറച്ചാൾ ജീവിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ഒരാളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് $8,000, രണ്ടാളാണ് വരുന്നതെങ്കിൽ 10,000, മൂന്നാളാണ് വരുന്നതെങ്കിൽ $12,000. അപ്പോൾ ഡിപ്പെൻഡ്, അതായത് നമ്പേഴ്സ്, ആൾക്കാരുടെ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ അതെ കൂടുതൽ കാണിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കാണാവുന്നുള്ളൂ. എന്തും ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ കയറി നോക്കുക. എന്നാലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് ഇനിയിപ്പോൾ 2 മാസത്തിനുള്ളിൽ അവർ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഇന്നാണ്, അപ്പോൾ ഈ ഫെബ്രുവരിയിലാണ്, അപ്പോൾ നാളെ ഏപ്രിലോ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ കയറി നോക്കണം. അതെ, മെയിൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇലക്ഷന്റെ കാര്യമാണ്. കാരണം ഇലക്ഷൻ വന്നു കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ടും ചേഞ്ചസ് വരും. ചിലപ്പോൾ ഈ പ്രോഗ്രാമേ ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല, കാരണം പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ പ്രോഗ്രാം കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഓക്കെ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മാർച്ചിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ ഒരു 1 month ഇതിനൊരു ആ ഒരു കാലാവധി ഉണ്ടാവുള്ളൂ. മാർച്ചിൽ നെക്സ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. ചിലപ്പോൾ ഇനി വരുന്ന ഗവൺമെന്റ് ചിലപ്പോൾ സിറ്റീസ് കൂട്ടിയെന്നിരിക്കാം, ചിലപ്പോൾ ഇതല്ലാതെ കൂടുതൽ ഇന്നർ സിറ്റീസ് കൂട്ടിയെന്നിരിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആവാം. അപ്പോൾ കോൺസ്റ്റന്റ്ലി നമ്മൾ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി RCIP എന്താണ്, FCIP എന്താണ്. FCIP എന്ന് പറയുമ്പോൾ FCIPയിൽ 6 സിറ്റീസ് ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിക്ക് പകരം ഫ്രഞ്ചാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കാനഡയിൽ ഇന്നത്തെ അവസ്ഥയിൽ PR അടിക്കാൻ ഒരു ട്രംപ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഫ്രഞ്ചാണ്. അതായത് ഒരു തുറുപ്പ് ചീട്ട്. ആ തുറുപ്പ് ചീട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ചാണ്. ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പ്രസ് എൻട്രി ത്രൂ ആണെങ്കിലും നമുക്ക് PR അടിക്കാവുന്ന കാര്യമുള്ളൂ. ഒരുപാട് പോയിന്റ്സ് കുറവ് മതി. അത്രത്തോളം ആൾക്കാർ ഇവിടെ വേണേന്നാനും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ജോലിക്കാണെങ്കിലും. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞുള്ളൂ. ഫ്രഞ്ച് പഠിച്ചെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ടഫാണ്. പക്ഷേ നാട്ടിൽ ഒരുപാട് പിള്ളേർ ജർമ്മൻ പഠിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ 2-3 മാസമൊക്കെ എടുത്ത് നമുക്ക് ഇത് പഠിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ, അതാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോബ് ഓഫറിൻ്റെ ഇതെങ്ങനെയാണെന്നാണ്. അപ്പോൾ ജോബ് ഓഫർ ആക്ച്വലി ഇപ്പോൾ നമുക്ക് എംപ്ലോയർ പല ജോബ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതായത് നോ കോഡിൽ പെടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കണം നമുക്ക് കിട്ടുന്ന ഈ ജോബ് ഓഫറിൽ ഉണ്ടായിരിക്കേണ്ടത്. അതെ, മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സീസണൽ ജോബ് ആയിരിക്കരുത്. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഈ സമ്മർ സീസൺ അല്ലെങ്കിൽ ഡിസംബർ സമയമൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ വെയർ ഹൗസോ അങ്ങനെ പല ടൈപ്പ് ഓഫ് ജോബുകൾ വരും. അതൊക്കെ സീസണൽ ജോബ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ ജോബിലായിരിക്കരുത് നമ്മൾ കയറുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കരുത് ഈ ഒരു നമുക്ക് ജോബ് ഓഫറിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺട്രാക്ട് ടൈപ്പ് ഓഫ് ജോബ്സിനാണ് നമുക്ക് ഒരു എൻഡ് ഡേറ്റ് ഉണ്ടാവുന്നത്. ഒരു പെർമനൻറ്റ് ഫുൾ ടൈം ജോബിന് ശരിക്കും ഒരു എൻഡ് ഡേറ്റ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ജോബും ആയിരിക്കരുത്. അതായത് സീസണൽ ജോബ് ആയിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ എൻഡ് ഡേറ്റ് ഉള്ള ഒരു ജോബ് ആയിരിക്കരുത്. പിന്നെ നമ്മുടെ നോ കോഡിലുള്ള ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് മീറ്റ് ചെയ്തതായിരിക്കണം. ഇപ്പം ഇതൊക്കെയാണ് നമുക്കൊരു ഓഫർ കിട്ടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ക്രൈറ്റീരിയ ആണ് ഇതിൽ. ആ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാര്യമൊന്നുമല്ല. ബേസിക്കലി ഹൈസ്കൂൾ ഡിപ്ലോമ മാത്രം മതി. അതിപ്പോൾ ഇവിടെയുള്ള പിള്ളേരാണെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും അത് മതി. പക്ഷേ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് ECI റിപ്പോർട്ട്, നമ്മുടെ വെസ്സോ അതേപോലെയുള്ള പല ക്രൈറ്റീരിയകൾ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ. അല്ലാതെ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ അസസ്മെൻറ്റ് ചെയ്തിരിക്കണം നമ്മൾ പുറത്തുനിന്നാണ് എഡ്യൂക്കേഷൻ എടുത്തേക്കണമെങ്കിൽ. പിന്നെ ലാസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി നമ്മൾ എന്ത് വിസ വെക്കുമ്പോഴും നമ്മൾ അവിടുത്തെ ഒരു വിസ ഓഫീസറിനെ കൺവിൻസ് ചെയ്യണം നമ്മൾ അവിടെ നിൽക്കാനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു വിസ ഓഫീസറിൻ്റെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പ്ലനേഷനോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിനോ പോലെ നമ്മൾ ലെറ്റർ ഓഫ് ഇൻറ്റൻഷൻ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ പോലെ വിസ വെക്കുമ്പോൾ നമ്മൾ വെക്കാൻ മറക്കരുത്.
അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ന്യൂസാണ്. ഈ പറഞ്ഞ RCIPയും FCIPയും ഫ്രഞ്ച് പഠിക്കാൻ പറ്റുന്നവർ ഫ്രഞ്ച് പഠിക്കുക, അല്ലാത്തവർക്കും ഈ പറഞ്ഞ പോലെ 18 കമ്മ്യൂണിറ്റീസും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പ്രസ് എൻട്രിയിൽ നിൽക്കുന്ന പോലെ ഒരു ടൈറ്റായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല ഇതിൽ. പ്രത്യേകിച്ച് നിങ്ങൾ IELTSൻ്റെ ആ ഒരു CLB 4, 5, 6 എന്നുള്ള കാറ്റഗറി കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം പറ്റുന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടെ PR അടിക്കാൻ കഷ്ടപ്പെടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ പഠിക്കാനായിട്ട് കയറി അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ള പിള്ളേർക്കാണെങ്കിൽ കൂടിയും ഈ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും PR അടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഡെഫിനറ്റ്ലി ഈ വീഡിയോ അവർക്കാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ. താങ്ക് യു.